dear student, welcome back to Vijuvala 2.0 Plus 2 Business Studies Onam Exam Special Video ആണ് ഇത്. നമ്മൾ +2 Business Studiesലെ 5 പാഠാണ് ഓണം എക്സാമിന് വേണ്ടി പഠിക്കാനായിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ടേമിൻ്റെ പോർഷൻസ് ആണ് 5 പാഠം. അതിൽ കുറേ സ്കൂളിലൊന്നും 5 പാഠം ഇല്ല, ചിലയിടത്ത് എടുത്ത വരെ ഉള്ളൂ, ചിലയിടത്ത് കുറച്ച് പോർഷൻസ് 4ാം പാഠം കഴിയുന്നത് വരെ, 5ാം പാഠത്തിൻ്റെ ഹാഫ് പോർഷൻ, 3rd ചാപ്റ്റർ സ്കിപ്പ്, അങ്ങനെ പല പോർഷൻസുകളാണ്. കാരണം അത് നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ ആ ഒരു എടുക്കുന്നത് അനുസരിച്ചിട്ടാണ്. ഓക്കെ, അപ്പം നോർമലി 5 പാഠം എങ്ങനെ നമുക്ക് എക്സാമിന് ഉണ്ടായിരിക്കും. ചില സ്കൂളുകളിൽ 6 ചാപ്റ്ററും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5 പാഠത്തിൽ നിന്ന് നിങ്ങൾ ഓണപരീക്ഷ ബേസ് ചെയ്തിട്ട് എന്തൊക്കെ പഠിക്കണം, ചാപ്റ്റർ വൈസ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ. അതായത് ആദ്യം ചാപ്റ്റർ 1, ദെൻ ചാപ്റ്റർ 2, അങ്ങനെ ചാപ്റ്റർ വൈസ് വീഡിയോ ആണിത്. ഓരോ ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ചാപ്റ്റർ മാനേജ്മെൻറ്റ് ചാപ്റ്ററാണ്, ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെൻ്റ് ആണ്. ഈ പാഠത്തിൽ നിന്ന് നമുക്ക് എക്സാമിന്, അതായത് ഫൈനൽ എക്സാമിന് 10, 11 to 12 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് കാണുന്നത്. ഫൈനൽ എക്സാമിന് 12 മാർക്കോളം വെയിറ്റേജ് ഉണ്ട് എങ്കിൽ ഓണപരീക്ഷയ്ക്ക് അതേപോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട പാഠം തന്നെയാണ്. ഇതിൽ ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. ഫുള്ള് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ടോപ്പിക് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് മാനേജ്മെൻറ്റ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് പഠിക്കണം. ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ് 5 മാർക്കിന് ചോദിക്കും. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് 3 മാർക്കിന് ചോദിക്കും. ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് നമുക്ക് പിരമിഡ് പോലെ തന്നിട്ട് നമുക്ക് ഫിൽ ദ ബ്ലാങ്ക്സ് വരാം. അതേപോലെ പേഴ്സൺസ്, അതായത് ടോപ്പ് ലെവലിലുള്ള ആൾക്കാർ ആരൊക്കെയാണ്, മിഡിൽ ലെവലിലുള്ള ആൾക്കാർ ആരൊക്കെയാണ്, ലോവർ ലെവലിലുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ ചോദിക്കും. ദെൻ ഫങ്ഷൻസ് ഓഫ് ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ. ഒന്നുകിൽ ഇതിൽ ഏതെങ്കിലും ഒരു ലെവൽ ആയിരിക്കും ചോദിക്കുക. ടോപ്പ് ലെവലിന്റെ ഫങ്ഷൻസ് ഏതാണ്, ആരൊക്കെ അതിൽ പെടും. അതല്ല എങ്കിൽ 3ഉം കൂടി ഒരുമിച്ച് ഫങ്ഷൻസ് ചോദിക്കാനുള്ള ചാൻസ് ഇല്ല. 3ഉം കൂടി മിക്സ് ചെയ്ത് ചോദിക്കുക പേഴ്സൺസിനെയാണ്. അതായത് 3 ടീമിലും വരുന്ന ആൾക്കാരുടെ പേരുകളാണ് ചോദിക്കുക. ഫങ്ഷൻ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് എക്സാമിന് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, 3 എണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കണം. 5 മാർക്ക് വരെ ചോദിക്കാം. ദെൻ കോർഡിനേഷൻ എന്ന് മാത്രമേ മിസ് ചെയ്തിട്ടുള്ളൂ. അത് കോർഡിനേഷൻ എന്താണെന്ന് 2 മാർക്കിനല്ല ചോദിക്കാം. ഇവിടെ നമ്മളോട് ചോദിക്കാം കോർഡിനേഷൻ ഈസ് ദ എസെൻസ് ഓഫ് മാനേജ്മെന്റ് കമന്റ് എന്ന് പറഞ്ഞിട്ട് 8 മാർക്കിലേക്ക് പോകും. അപ്പോൾ കോർഡിനേഷൻ ഈസ് ദ എസെൻസ് ഓഫ് മാനേജ്മെന്റ്. അപ്പോൾ നമ്മളവിടെ എന്തൊക്കെ 8 മാർക്കിനുള്ള ചോദ്യം വന്നാൽ ആദ്യം എന്താണ് കോർഡിനേഷൻ്റെ മീനിങ് എഴുതണം. കോർഡിനേഷൻ ഈസ് ദ പ്രോസസ് ഓഫ്, അല്ലെങ്കിൽ ഈസ് എ ഫംഗ്ഷൻ ഓഫ് സിങ്ക്രണൈസിങ് ദ ആക്ടിവിറ്റി ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. അല്ലേ, പല ടൈപ്പ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ആക്ടിവിറ്റീസിനെ കൂട്ടി ബന്ധിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് കോർഡിനേഷൻ. അത് എല്ലാ ലെവലിലും എല്ലാ ഫങ്ഷൻസിലും നമുക്ക് ആവശ്യമാണ്. അല്ലേ, ഇതിൽ നമ്മൾ ഇതിനോട് കൂടെ തന്നെ നമ്മൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അത് അത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയാൻ കാരണം നമുക്കത് ചാപ്റ്റർ വൈസ് പഠിക്കാൻ വരുന്നത് കൊണ്ടാണ് കേട്ടോ. പിന്നെ മീനിങ് എഴുതണം, അതുപോലെ തന്നെ കോർഡിനേഷൻ്റെ ഫീച്ചർ എഴുതണം, അതുപോലെ തന്നെ കോർഡിനേഷൻ്റെ ഇമ്പോർട്ടൻസ് എഴുതണം. ഇത് 3ഉം എഴുതിയാൽ മാത്രമേ നമുക്ക് ഈ 8 മാർക്ക് അവിടെ കിട്ടുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ വരിക, കോർഡിനേഷൻ ഈസ് ദ എസെൻസ് ഓഫ് മാനേജ്മെന്റ് കമന്റ്. 8 മാർക്ക് വന്നാൽ എന്താ എഴുതണ്ടേ, കോർഡിനേഷനുമായി ബന്ധപ്പെട്ട എല്ലാം നിങ്ങൾ അതിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ 1 ഇറ്റ്സ് ഓവർ. ഇത് 4 ടോപ്പിക്ക്, വേറെ ഒന്നും പഠിച്ചില്ല, ഈ 4 ടോപ്പിക്ക് നല്ലപോലെ പഠിക്കാം. ഓക്കെ, പിന്നെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കടക്കുകയാണെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ്. നമുക്ക് ഇതുപോലെ തന്നെ 10 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് നമുക്ക് ഫൈനൽ എക്സാമിന് ചോദിച്ചിരുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ ഫസ്റ്റ് പഠിക്കേണ്ടത് ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് ആണ്. 8 മാർക്കിൽ കാണാതെ പോവാറ് കേട്ടോ. ഇനി പിന്നെ 5 മാർക്ക്, അതായത് ടഫ് പേപ്പർ ആണ് എങ്കിൽ, അതായത് ബിസിനസ് സ്റ്റഡീസ് നമുക്ക് ടഫ് പേപ്പർ ആണ് എങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ 5 മാർക്കിലേക്ക് എഴുതി തള്ളപ്പെടും. 8 മാർക്കിൻ്റെ ചോദ്യമാണ് വരാറ്. ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ്, ഹെൻറി ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ മോഡേൺ പ്രിൻസിപ്പിൾസ് എന്നൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ 8 മാർക്കിൻ്റെ ചോദിച്ചാൽ 8 എണ്ണത്തിൻ്റെ എക്സ്പ്ലനേഷനും കൊടുക്കണം. ബാക്കി ഒരു 6 എണ്ണം നിങ്ങളത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കും വേണം. ഓക്കെ, ദെൻ എന്താണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് സെപ്പറേറ്റ് ഒരു 3 മാർക്കിന് ചോദിക്കാറുണ്ട്. ഇത് സയന്റിഫിക് മാനേജ്മെന്റ് ഒരു ടെക്നിക്കാണ്. ആ ഡയഗ്രാം പഠിച്ചു വെക്കണം. പിന്നെ അത് പ്ലാനിങ്ങും എക്സിക്യൂഷനും 2 സെക്ഷനായിട്ട് തിരിക്കുന്നുണ്ട്. അതിൽ 8 തരം കാറ്റഗറീസ് ഓഫ്
ആൾക്കാർ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയാൽ മാത്രമേ നമുക്ക് ആ 3 മാർക്ക് അവിടെ കിട്ടുള്ളൂ കേട്ടോ. ദെൻ പിന്നീടാണ് ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. ടെക്നിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് ഇതേപോലെ സെപ്പറേറ്റ് 5 മാർക്കിനൊക്കെയാണ് ചോദിക്കാറ്. ടെക്നിക്സ് എന്ന് പറയുമ്പോൾ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം, മെത്തേഡ് സ്റ്റഡി, ഫാറ്റിക് സ്റ്റഡി, മോഷൻ സ്റ്റഡി, ടൈം സ്റ്റഡി, അങ്ങനെ ഒരു 5 എണ്ണം വിത്ത് എക്സ്പ്ലനേഷൻ പഠിക്കാം. ദെൻ ടെയ്ലറിൻ്റെ പ്രിൻസിപ്പിൾസ് 4 മാർക്കിന് ചോദിക്കാം. അതല്ല എങ്കിൽ ഇതിൻ്റെ വേറൊരു ചോദ്യം എന്ന് പറയുന്നത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസിനായിട്ട് നമുക്ക് ചോദിക്കാം. അപ്പോൾ ഈ 4 ടോപ്പിക്കാണ് ആ പാഠത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ദെൻ ചാപ്റ്റർ 3ലേക്ക് വരുമ്പോൾ ഒരേ ഒരു ടോപ്പിക്ക് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. 5 മാർക്കിൻ്റെ ചോദ്യമാണ് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് എക്സാമ്പിൾസ് ആണ്. എക്കണോമിക് എൻവയോൺമെൻറ്റ് എക്സാമ്പിൾസ് എന്താണ്, സോഷ്യൽ എൻവയോൺമെൻറ്റ് എക്സാമ്പിൾസ്. നമുക്ക് കാറ്റഗറൈസ് ചെയ്യാനും വരാം, ഓരോന്ന് എന്താണെന്ന് ചോദിക്കാം. അപ്പം നമ്മൾ അതന്നെ എഴുതിയാൽ മതി കേട്ടോ. ഇത് നമുക്ക് എക്സാമിന് മാക്സിമം 4 മാർക്കിനൊക്കെയാണ് ഇതിൻ്റെ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ്. ദെൻ ചാപ്റ്റർ 4 പ്ലാനിങ് ആണ്. നമ്മളെ ഫസ്റ്റ് മാനേജറിയൽ പ്രിൻസിപ്പിൾ ആണ്. പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെന്റ് ആണ്. ഫങ്ഷൻ ഓഫ് മാനേജ്മെന്റിലെ ഫസ്റ്റത്തതായതുകൊണ്ട് തന്നെ എന്താണ് പ്ലാനിങ്, ഫീച്ചർ, ഇമ്പോർട്ടൻസ്, ഇത് നല്ലപോലെ പഠിക്കണം. കാരണം സെപ്പറേറ്റ് ആയിട്ട് പ്ലാനിങ് എന്താണ് 2 മാർക്കിന് വേറെ ചോദിക്കാം, പ്ലാനിങ്ങും ഫീച്ചേഴ്സും 4 മാർക്കിന് ചോദിക്കാം, ഇതെല്ലാം കൂടി 8 മാർക്കിനും ചോദിക്കാം. ലിമിറ്റേഷൻസ് നല്ലപോലെ നോക്കാം. ലിമിറ്റേഷൻസ് മാത്രം 4 മാർക്കിന് ചോദിക്കാറുണ്ട്. ആരുടെ? പ്ലാനിങ്ങിൻ്റെ കേട്ടോ. അതേപോലെ പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്പ് 8 മാർക്കിന് ചോദിക്കാറുണ്ട്. ലാസ്റ്റ് ആ ചാപ്റ്റർ കഴിഞ്ഞാൽ അവിടെ ടൈപ്സ് കാണാം നിങ്ങൾക്ക്. റൂൾസ്, പോളിസി, പ്രോഗ്രാം, പ്രൊസീജിയർ എന്നൊക്കെ പറഞ്ഞിട്ട് മെത്തേഡ്. അവിടെ നിങ്ങൾ പഠിക്കേണ്ടത് എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ റൂളിന് ഫോർ എക്സാമ്പിൾ എന്താ? നോ സ്മോക്കിംഗ്, അതാണ് എന്ത് റൂള്. ദെൻ അതേപോലെ തന്നെ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പോൾ ഓൺ ദി ജോബ് ട്രെയിനിങ് അല്ലെങ്കിൽ ഓഫ് ദി ജോബ് ട്രെയിനിങ്. അങ്ങനെ ഓരോരോ എക്സാമ്പിൾ തന്നാൽ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തോന്നണം എന്തെന്ന്, ഇതാണ് അതിൻ്റെ ടൈപ്പ് എന്ന് നിങ്ങൾക്ക് തോന്നണം. അതാണ് ടൈപ്സിൽ പഠിക്കാനുള്ളത്, എക്സാമ്പിൾസ് ആണ്. ദെൻ 5th ചാപ്റ്റർ എന്ന് പറയുന്നത് ഓർഗനൈസിങ് ആണ്. ഓർഗനൈസിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് പഠിക്കുക. നമുക്കൊരു 4 മാർക്കിലേക്ക് പോവാം. ഡിവിഷനും ഫംഗ്ഷനും തമ്മിലുള്ള ഡിഫറൻസും പഠിക്കാം. 5 മാർക്കിലേക്ക് പോവാം. ഒന്നെങ്കിൽ ഡിഫറൻസ് പഠിക്കുക, അതല്ല എങ്കിൽ ഡിവിഷണൽ സ്ട്രക്ചറും ഫീച്ചേഴ്സും മാത്രമായിട്ട് 4 മാർക്കിന് ചോദിക്കാം. ഫങ്ഷണൽ സ്ട്രക്ചറും ഫീച്ചേഴ്സും 4 മാർക്കിന് നമ്മളോട് ചോദിക്കാം. അപ്പോൾ രണ്ടും നല്ല പോലെ പഠിച്ചിരിക്കുക. ഇതേപോലെ തന്നെ ചോദിക്കേണ്ടതാണ് ഫോർമലും ഇൻഫോർമലും തമ്മിലുള്ള ഡിഫറൻസ്. ഇവിടെ നമുക്ക് ഡിഫറൻസ് മാത്രം നോക്കിയാൽ മതിയാവും. സെപ്പറേറ്റ് ഫോർമൽ അങ്ങനെ ചോദിക്കാറില്ല. ഓക്കെ. ദെൻ എലമെന്റ്സ് ഓഫ് ഡെലിഗേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 മാർക്കിന് ചോദിക്കാറുണ്ട്. ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് 4 മാർക്കിന് ചോദിക്കാറുണ്ട്. 9 മാർക്കോളൊക്കെ ഇതിന് നമുക്ക് വെയിറ്റേജ് വരാറുണ്ട് കേട്ടോ ഈ പാഠത്തിൽ നിന്ന്. അപ്പോൾ 5 പാഠത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കുകളാണ്. ഇത്ര മാത്രം പഠിച്ചു കഴിഞ്ഞാൽ എത്ര മാർക്ക് കിട്ടും എന്ന് ചോദിക്കുന്ന ഒരുപാട് കുട്ടികളോട് പറയാനായിട്ടുള്ളത്, ഓണപരീക്ഷയ്ക്ക് 80ലാണ് ക്വസ്റ്റ്യൻ വരുന്നത് എങ്കിൽ, കാരണം 80 തന്നെയാണ് നമുക്ക് വരിക, നിങ്ങളെ ടീച്ചേഴ്സാണ് ഈ ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്ത 65 മാർക്കിൻ്റെ മുകളിൽ നിങ്ങൾക്ക് എങ്ങനെയും മാർക്ക് കിട്ടും. ദാറ്റ്സ് ഐ എം ഷുവർ. ഓരോ ചാപ്റ്ററിൽ നിന്നും തീരെ കണ്ട് ഇമ്പോർട്ടൻ്റ് അല്ലാത്തതൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല മാർക്ക് കുറവുള്ള ഭാഗങ്ങളും ചിലതൊക്കെ 2 മാർക്ക് 1 മാർക്കിനൊക്കെ നമുക്ക് ഓണപരീക്ഷയ്ക്കും ഫൈനൽ എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഓണപരീക്ഷ ആയതുകൊണ്ട് അങ്ങനത്തെ ടോപ്പിക്കുകളൊന്നും നമ്മൾ എടുത്തിട്ടില്ല. അപ്പം ഇത് പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് മാക്സിമം നല്ല രീതിയിലുള്ള മാർക്ക് കിട്ടും. സോ എല്ലാവരും ഓണപരീക്ഷയ്ക്ക് നല്ലതായി ട്രൈ ചെയ്യുക. ഇനി നമ്മളിതിന് ശേഷം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ബിസിനസ് സ്റ്റഡീസിൻ്റെ 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ എങ്ങനെ പഠിക്കാം, 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ എങ്ങനെ പഠിക്കാം, ഏതൊക്കെ ഡിഫറൻസസ് എക്സാമിന് പഠിക്കണം, ഇതൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വീഡിയോസ് വരും. അപ്പോൾ ഇപ്പം തന്നെ 4 വീഡിയോസായി. അപ്പോൾ ഇനിയും നമ്മൾ ഓണപരീക്ഷയ്ക്ക് മുന്നേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും എത്രയും വേഗം പഠിച്ചു തുടങ്ങുക. ഇപ്പം ഇതേപോലെ മെല്ലെ 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 പഠിച്ചു പോയാൽ മതി. 2-4 ദിവസം അല്ലെങ്കിൽ ഒരു 1 വീക്ക് കഴിഞ്ഞ് നമുക്ക് പിടിച്ചാൽ കിട്ടില്ല എങ്ങനെ പഠിക്കുക എന്നുള്ളത്. ലാസ്റ്റ് എക്സാമാണ് ബിസിനസ് സ്റ്റഡീസ്. അത് വിചാരിച്ചിട്ട് ആരും ഉഴപ്പാൻ നിൽക്കണ്ട. ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങിയാൽ ലാസ്റ്റിലേക്ക് നമുക്ക് നല്ല പോലെ വേഗം ടൈം കുറവിൽ നന്നായിട്ട് മാർക്ക് വാങ്ങാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്നറിയോ? കുറഞ്ഞ ടൈമിൽ എങ്ങനെ കൂടുതൽ മാർക്ക് വാങ്ങാം, അത് ആ ഒരു ടൈപ്പ് ഓഫ് വീഡിയോ ആണ്. കാരണം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങൾ വേഗം വേഗം പഠിച്ചു കഴിഞ്ഞാൽ അൺവാണ്ടഡ് തിങ്സിൻ്റെ പിന്നാലെ ഒന്നും നമുക്ക് അധികം പോയിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇങ്ങനെ 1 പാഠം പിടിച്ചിങ്ങനെ ഇരിക്കുക. അതാണ് ബിസിനസ് സ്റ്റഡീസിൻ്റെ മെയിൻ ഫോൾട്ട്.
ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കാൻ പിടിച്ചിരുന്ന് അതിങ്ങനെ നീങ്ങില്ല, അതന്നെ പിടിച്ചിരുന്ന് അതിൽ ഇമ്പോർട്ടൻസ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ വേഗം 2ാം പാഠം എടുക്കുക, അതിൻ്റെ ഇമ്പോർട്ടൻസ് പഠിക്കുക, പിന്നെ 3ാം പാഠം പഠിക്കുക, അങ്ങനെ എക്സാം ഓറിയൻറ്റഡ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകൾ മാക്സിമം കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഇപ്പോഴത്തെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്